അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഫുള്ള് ഒഴിവാക്കൂല, കുറച്ചത്ര കമ്മി വെക്കാം. നല്ല അർത്ഥം പിന്നാമ്പുറത്തുണ്ടല്ലേ അതൊക്കെ അതിനെ വാണി കൊണ്ടേക്കുള്ളൂ. പിന്നെ നിങ്ങൾ തോന അങ്ങോട്ടൊക്കെ നടക്കുകയാണെങ്കിൽ ഊരക്കും മൂത്ത് കഞ്ചുകൊടുക്കാൻ നിൽക്കണം. ഇതാ നിങ്ങളിത് കുറേ നേരം ഈ ആട്ടക്കളി കളിച്ചു, ആ കളിക്ക് മുതലിട്ടില്ല. നിങ്ങൾ നല്ലൊരു മുതൽ നിങ്ങൾക്ക് വേണമെന്ന് അതിൻ്റെ വർത്തമാനം പറയും. നിങ്ങൾക്ക് മഞ്ഞത്തിൻ്റെ വിളിച്ച് ചോദിച്ചണോ? എന്നാ ചോദിച്ചിട്ട് നിങ്ങൾ ഓളറെ പേരിൽ റേഷൻ കാർഡ് അല്ല, ഓളെ കുടിയിരിപ്പ് മുഴുവൻ റേഷൻ കാർഡ് നിങ്ങൾക്ക് മാനി വിളിച്ചു ചോദിച്ചോളി. മുലക്ക് ചെറിയൊരു വെളുപ്പുണ്ട്, എന്താ പറ്റ ഇപ്പൊ നിങ്ങളൊരു 50 വട്ടം ഫോൺ ചെയ്ത് വെക്കാം. ഞങ്ങൾക്കൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ ചെയ്തോളി, കുഴപ്പമില്ല. എത്രക്ക് 32 റുപ്യൊക്കെ വെച്ചിരുന്നതിന് 32 റുപ്യക്ക് 10 ലിറ്ററിന്റെ മേലെ കറക്കുന്ന പൈക്കുട്ടി ഒരാടുകുട്ടിക്ക് എന്ത് കൊടുക്കണം ചെന്നാൽ തൊട്ട കച്ചവടം നടക്കില്ല. ഇവിടെ ഈ കാണുന്നൊക്കെ ചാള തന്നെയാണ്. ഇന്നത്തെ നിങ്ങൾ ചാളല്ലേ? നിങ്ങളാളാണെന്നെ എപ്പോഴോ അല്ല, അത് ശരിയാണ്. അത് നിങ്ങളാളാച്ച നിങ്ങൾ 100-200 വ്യത്യാസത്തിൽ ആരെയും പജ്ജ് പിടിച്ചു കൊടുക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നൊക്കെ എടുക്കുക ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞ സംഘർക്കുമല്ല. പൈക്കുട്ടി എല്ലാം നോക്കി ഒരു മോൽമെന്ന് ഒരു മോൽമക്ക് 1.5 മീറ്റർ ഉണ്ട്. നോക്കി 1.5 മീറ്റർ അതാ പഠിച്ചിട്ടുണ്ട്. 1.5 മീറ്റർ. ഇങ്ങളെയൊക്കെ മഞ്ഞത്തി 45,000 റുപ്യ തന്നു തരിക. അത് ബസ്സേര് വാങ്ങിച്ച് ഈ കൊല്ലം കൂടി കഴിഞ്ഞാൽ 4ാമത്തെ റമദാൻ ഞങ്ങൾ പജാകാൻ നടക്കുന്ന വർത്തിക്ക്. നിങ്ങളെ മൂത്തൊക്കെ പറയുന്നത് കുഴപ്പമില്ലല്ലോ, മറിഞ്ഞെന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. മൂത്തൊക്കെ വർത്താനം പറഞ്ഞ് കുഴപ്പമില്ലല്ലോ. എന്നാ അവിടെ വരും ഒറ്റ വർത്താനം പറയല്ലേ. പിന്നെ നിങ്ങൾ വെക്കണി താത്തി ഒന്നും പറയാം. 41 ഉറപ്പിച്ച് തന്നെ കൊണ്ടുപോകണം. ഇപ്പൊ കൊണ്ടുപോകണം. 33 ഉറുപ്പ്യ അല്ലേ? ഞാൻ നിങ്ങളെ പോയാൽ വേറെ ആൾക്കാർ വരും. ബസ്സേര് വെക്കാൻ ഞാൻ മതിയാക്കാം. പക്ഷെ ആലുമാരെ എവിടെയും പോയിട്ട് ബസ്സേര് വന്നൊക്കെ ബുദ്ധിമുട്ട്. അതൊക്കെ മൂടാനും വെട്ടി മാറ്റും 5 മിനിറ്റ് കൊണ്ട്. അവിടെ പോകും ചോറ് ചായച്ചോണ്ട് കോയിനായിട്ട് മറ്റിന് 33 ഉറുപ്പ്യ ചോദിച്ചൊന്ന് നേരം പോലത്ത് വൈകുന്നേരം പോലെ ചോദിച്ചു. ഇനി ഒരു എണ്ണം മുക്കാലും ഇളക്കൂല. അപ്പൊക്കെ വന്ന് കണ്ട് കയറ്റി പോകും. നടന്ന് വരെ ഒന്ന് നടന്ന് വരികള്. നിങ്ങൾ പോണോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയേ. നിങ്ങളെ പെരേക്ക് വിളിച്ച് ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി. നിങ്ങളെ സ്വന്തം അഭിപ്രായത്തിൽ ചോദിച്ചോളി. നിങ്ങളെ മഞ്ഞത്തിനോട് ചോദിച്ചോളി. ചോദിച്ചോളി, വിളിച്ച് ചോദിച്ചോളി. അതൊക്കെ നമ്മൾ തന്നെ. അങ്ങനത്തെ ചെറുക്ക് ഈ തന്ത കൊണ്ടുവരും. ഇതൊക്കെ ആളല്ലേ ഞാൻ ഈ പൈക്കളെ കച്ചവടക്കാരാണ്. അപ്പം കറ്റപ്പുറത്തൊരു പുറത്താൾ വെച്ച് നോക്കിയതാ. ഒരു സുജായി മൂരുകുട്ടി അന്നെത്തിച്ച് ഒരു അയവ് അതിന് കൊടുത്തിട്ടില്ല. ആഴ്ച വന്നപ്പത്താ എൻ്റെ അടുത്തൊന്ന് പോയി നോക്കി വരും. അല്ല പോയി നോക്കിയില്ല. എൻ്റെ അടുത്ത് പോയി നോക്കി വരും. എന്നിട്ട് ഞാൻ എത്ര ലക്ഷം കൊണ്ടേക്കോ? എന്നാ കൊണ്ടേക്കോ, ഞാൻ കഴിച്ചാ മൂരുകൊണ്ട് എടുത്ത് പോയിക്കുന്ന ഒന്ന് പോയി നേരിട്ട് പോയിക്കോടാ. പെണ്ണുങ്ങളെ വില പറയേണ്ട കാര്യം ഒരൊറ്റ വർത്താനം പറയാം. 41 ഉറുപ്പ്യ ചെയ്യാൻ പറ്റും. 32 ഇഞ്ചും പാടല്ലേ? അയാൾ പറഞ്ഞിട്ട് ഇഞ്ചും പറയല്ലേ? ഞാൻ കേട്ടില്ല. അല്ലെ അയാൾ പറഞ്ഞിട്ട് തന്ത പറഞ്ഞിട്ട് ഇഞ്ചും പറയല്ല. അല്ല വട വിട്ടാ അയാൾ എന്തെങ്കിലും പിന്നെ അന്ന് വർത്താനം പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ചോദിച്ചല്ലേ? നല്ല പറഞ്ഞു. നിങ്ങളെല്ലാവരും നല്ല പറഞ്ഞു. നിങ്ങളെല്ലാവരും നല്ല പറഞ്ഞു. അൻപറ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടി കൊടുത്ത് നല്ലൊന്നും കിട്ടുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ആവശ്യത്തിന് ചുട്ടിന്ന്. എന്താ കേട്ടോ? സുഖല്ലേ? എന്താ പച്ചിൻ്റെ കേട്ടോ? എന്നാ മതി. ഒരു ചേടിയും കൊണ്ടുപോകാൻ വലിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് നന്നാക്കി തന്നുള്ള കേട്ടോ. ഒരുത്തം വന്നിട്ട് പറയണേ, കാക്ക നിങ്ങൾ തന്ന പച്ച് 12 പേർ പറ്റുമെന്ന്. ഈ 15 കൊല്ലം കുട്ടികൾ ചങ്കിലും വെള്ളം പറ്റേണ്ടി വരും. ഇത് ഒന്ന് കൊണ്ടേ 4 ദിവസം വലിയ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് ഇപ്പൊ ഇയാളെ പഞ്ചുകൊണ്ടിട്ട് ഇനി നടക്കൂല. ഞാൻ നന്നാക്കി തന്നുള്ള കേട്ടോ.
അക്കാ ഏയ് ആ ഒരു കാള വിറ്റുള്ള കച്ചവടമുള്ളൂ ഇനി. ഈ മോരുമൊന്നൊന്ന് വെച്ചു പിടിച്ചോ. അതിനൊന്ന് ഒഴിച്ചു പിടിച്ചോ. അതിനൊന്ന് കാണിച്ചു കൊടുക്കാൻ ഒന്ന് വെച്ചു പിടിച്ചോ. ഇതൊന്ന് കണ്ടോ, ഇന്ന് ഒഴിച്ചു കുട്ടിയെ വണ്ടി പോയിക്കാണ് 10 കേസ് കൂടി കൊണ്ടുവരും കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് കട്ടക്കാലം ഗന്തിമേ വരിക. ഒരു 10 കേസ് കൂടി 10 കേസ് കൂടി എടുത്തുകൊണ്ടിരി കുട്ടികളെ എന്ന് പറയേണ്ട ഒരു കട്ടക്കാലം. എന്നാ പറഞ്ഞു കൊടുക്ക ബജ്ജ് ഒഴിവാക്കി കൊടുക്കും. കൂടി ഒന്ന് ലേശത്തിൽ മാറ്റി പിടിച്ചതിൽ ആൾക്കാർക്ക് വരണ്ടേ. അതല്ല യേശുവിന്റെ മേലെ നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് ഓരോ കിലോ വെച്ചിരുന്നത് കറവുണ്ട്. ഈ തലക്കല ബജ്ജി തലക്കിൽ ഏത് ബജ്ജ കെട്ടി ഞാൻ ചെറുബജ്ജ് പറ്റ വൈകിട്ട് പാണ്ടക്കുട്ടിയുള്ള കുട്ടി അതുകൊണ്ടേ പോയി. നിങ്ങളെ കണ്ണ അങ്ങട്ടാണല്ലേ? എന്റെ മുതലാളി അല്ലല്ലേ? നിങ്ങളെ കണ്ണ അങ്ങട്ടാണല്ലേ? എന്റെ മുതലാളിയാണാ പോണത്. ഇടങ്ങളെ പൈക്കുട്ടിയാട്ടോ സംശയിക്കണ്ട. പറഞ്ഞു കൊടുക്കടാ. വിറ്റ് ഇവിടെ നല്ല കച്ചവടം നടക്കുന്നത് തോണ്ട ആൾക്കാർ തുറ്റുന്നുണ്ട്. അതൊന്ന് പോലും പറഞ്ഞു അതിനിട്ടില്ല. ഇല്ലടാ ഞാൻ വിഭാഗിച്ചു. കാരണം ഈ പൈക്കളടിയിൽ കാളാറ് പറ്റൂല. കച്ചവടം കണ്ടുവച്ചിട്ട് ഞാൻ അതിനൊന്നും കാട്ടിട്ടൊന്നുമില്ലല്ലോ. ആ പിന്നെന്താ കച്ചവടം വാട്സപ്പിലല്ല ജോലി ആകാശത്ത് വെച്ച് കണ്ടിട്ടുണ്ടോ? അത് അറിയില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊന്നും അല്ല. അതൊക്കെ വേറെ വകുപ്പുണ്ട് താജുദ്ദീനെ. അതിനെ പോലെ അതിപ്പോ മറ്റേ അതുകൊണ്ടാണ്. അല്ല അതിന്റെ കബിലുണ്ടാകും ചെയ്താണ്. ഇവിടെ വന്നാണ് നിങ്ങള് ഇവിടെ എന്താണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് കച്ചവടം 50 റുപ്യൊക്കെ പോയില്ല. എത്ര കിലോ ഉണ്ടാവും വരും. പറ്റൂല.